ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. ഇന്നത്തെ ഡെയിലി വ്ലോഗിലേക്ക് ഇവർക്ക് സ്വാഗതം. സമയം ഇപ്പോൾ ഒരു 9:30 ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോ ഇരിക്കുന്നത് കൊല്ലം ബീച്ചിലേക്കാണ് കേട്ടോ. ഒന്ന് കറങ്ങാൻ വന്നതാ. മീനാക്ഷിയൊക്കെ വന്നില്ലേ, അപ്പൊ ദേ മീനാക്ഷിനെ കൊണ്ട് നമ്മൾ ദേ ബീച്ചിലേക്കൊക്കെ ഒന്ന് വന്നതാണ് കേട്ടോ. മീനാക്ഷി മാത്രമല്ല കേട്ടോ ഉള്ളത്, അനിയത്തിയുണ്ട്, അനിയന്മാരുണ്ട്, അമ്മയുണ്ട്. അപ്പൊ എല്ലാവരുമായിട്ടാണ് കേട്ടോ വന്നത്. ഇതൊരു 2-3 ദിവസത്തുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ദേ നിങ്ങൾ എന്റെ സൗണ്ട് ഒക്കെ മനസ്സിലാവില്ല, തൊണ്ടയിൽ കിച്ചിരിച്ചായിട്ടാണ് കേട്ടോ ഗായ്സ് ഇപ്പൊ ഓരോന്ന് എഡിറ്റാക്കി ഇടുന്നത്. ദേ വന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്ത് ബീച്ചിൽ. പിന്നെ ദേ മാമന്റെയും മോളുടെയും വണ്ടിക്കളിയാണ് കേട്ടോ ഇവിടെ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. മാമാര് വന്നാൽ പിന്നെ മാമാരെ മതിയല്ലോ. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം തിട്ടപ്പുറത്തിരുന്നതിന് ശേഷം ഞങ്ങൾ ഇതേ മണ്ണിലിരിക്കാൻ വേണ്ടി വന്നിട്ട് എല്ലാവരും വട്ടത്തിലിരിക്കാണ്. കുഞ്ഞുമണിയുടെ കുറുമ്പാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ഇപ്പൊ ഭയങ്കര കുറുമ്പത്തിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ വൃന്ദാവൻ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ അതേ മീനാക്ഷി എല്ലാരും ഉണ്ട് ഇവിടെ. പിന്നെ എന്റെ പിള്ളേരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അംഗമാണ് ഗായ്സ്. രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടായ വഴക്ക് വടിയൊക്കെയാണ്. പിന്നെ അതേ നമ്മുടെ ശിവക്കുട്ടി ഇവിടെ ഇരുന്ന് മണ്ണിക്കളിക്കാണ് കേട്ടോ. മണ്ണ് കണ്ടതിന്റെ സന്തോഷമാണ് ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത്. എന്റെ മോളാണെങ്കിലും അതിന്റെ അപ്പുറം അങ്കാരം. ബീച്ചിലിരുന്ന പറ്റി ഹോം മെയ്ഡ് ബർഗർ എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ ദേ വാങ്ങിച്ചപ്പോഴും പറ്റിക്കപ്പെട്ടു ഗായ്സ്, നമ്മൾ പറ്റിക്കപ്പെട്ടു. അതിലാണെങ്കിൽ ഒരു തേങ്ങയില്ല. ആ ബർഗർ വാങ്ങി നമ്മുടെ പൈസ പോയത് മാത്രം മിച്ചം, ഒരു വകയില്ലായിരുന്നു അതില്. പിന്നെ ഞങ്ങൾ ബീച്ചിലിരുന്ന് കൊച്ചു വർത്താനം പറച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയണ്ടേ, വെറുതെ ഇരിക്കുന്നത് എങ്ങനെയാ. പിന്നെ ഞങ്ങൾ ഉപ്പിലിട്ട കാരക്ക മേടിച്ചായിരുന്നു. എന്റെ ഫേവറേറ്റ് ആണല്ലോ ഈ കാരക്ക. അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതേ വാങ്ങിച്ചിരുന്ന കാരക്ക കഴിക്കാൻ കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഈ കാരക്ക പഴുത്ത് കഴിയുമ്പോൾ കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണല്ലോ, ചെറിയ പുളിയും മധുരവും ഒക്കെ ആയിട്ട്. അത് കിട്ടാനില്ല ഗായ്സ്, ഉപ്പിലിട്ടത് മാത്രമേ കിട്ടുന്നുള്ളൂ. എനിക്ക് കാരക്ക വാങ്ങിച്ചപ്പോഴത്തേക്ക് ഇവർ മാങ്ങ മേടിച്ചായിരുന്നു. അപ്പൊ മാങ്ങയ്ക്കകത്ത് പഴുത്തതുണ്ട്, ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. അങ്ങനെ വലിയ ആവേശത്തിലെടുത്ത് കഴിച്ചതാണ്. കഴിച്ചപ്പോഴത്തേക്കാണ് പണി പാളിയത്. ഭയങ്കര പുളിയായിരുന്നു. എനിക്ക് പുളി അധികം പറ്റത്തില്ലല്ലോ. ലാസ്റ്റ് പുളി സഹിക്കാൻ വയ്യാതെ ഞാനത് തുപ്പിക്കളഞ്ഞു ഗായ്സ്. ആവേശം മൂത്ത് കഴിച്ചതാ, പണി പാളിപ്പോയി. എന്നെ പോലെ ഈ പുളി ഒന്നും കഴിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ ഗായ്സ് ഇങ്ങനെ? പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ഇരുന്നതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗ്. അപ്പൊ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാൻ.